കളവാക്കുന്നവർക്ക്, കളവ് പറയുന്നവർക്ക്, നിഷേധിക്കുന്നവർക്ക് അവർക്ക് ആ ദിവസം നാശമാണ്, നരകമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത്. കളവാക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കലാണ്. കളവാക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിനെ കളവാക്കലാണ്. ഇത് നമുക്കറിയാം. പക്ഷേ അതിനേക്കാൾ ആഴമുള്ള ഒരു അർത്ഥം അതിനുണ്ട്. ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലങ്ങളിലും ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതേ സൂറത്തിൽ തന്നെ പിന്നെയും ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ മാത്രമല്ല, ഖുർആനിൽ ഉടനീളം നിഷേധിക്കുന്നതിന് ഖുർആൻ കളവാക്കുക കളവാക്കുക എന്ന് പല പല ക്രിയാരൂപങ്ങളിൽ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതെ, അല്ലാഹു ഇല്ല എന്നൊരാൾ പറയുമ്പോൾ അയാൾ അയാളുടെ ആത്മാവിനോട് കള്ളം പറയുകയാണ് ചെയ്യുന്നത്. കാരണം അല്ലാഹു ഉണ്ട് എന്ന് അയാളുടെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ അയാളുടെ ആത്മാവ് വെമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ സാമീപ്യത്തിലാണ് സന്തോഷമെന്ന് ഫിത്രത്തിൽ, ശുദ്ധ പ്രകൃതിയിൽ അയാളുടെ ആത്മാവ് തിരിച്ചറിയുന്നുണ്ട്. അതിനുവേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ശരീരകാമനകൾ കൊണ്ട് കീഴടക്കപ്പെട്ട് ശരീരത്തിന്റെ സുഖങ്ങളാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് കരുതി ആ ആത്മാവിനെ കളവാക്കി, ആത്മാവിന്റെ തേട്ടത്തെ കളവാക്കി, ആത്മാവിന്റെ ആഗ്രഹങ്ങളെ അമർത്തിവെച്ച്, ആത്മാവിനെ തമസ്കരിച്ച്, അതിന്റെ യഥാർത്ഥ പ്രകൃതത്തെ മൂടിവെച്ച് കള്ളം പറയുകയാണ് യഥാർത്ഥത്തിൽ അവിശ്വാസികളാകുന്നവർ ചെയ്യുന്നത് എന്ന സൂചന കൂടി പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങളിൽ ഉള്ളടങ്ങിയിരിക്കുന്നതായി പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.